തൃശൂരിൽ സപ്ലൈകോ ക്രിസ്മസ് ചന്തയിൽ സബ്സിഡി സാധനങ്ങളില്ലാത്തതിനാൽ ഉദ്ഘാടനം മുടങ്ങി. മേയറും എംഎൽഎയും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മടങ്ങിപ്പോയതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇവിടെ എത്തിയതാണ്. എനിക്ക് 50 എന്ന് പറഞ്ഞൊരു ടോക്കൺ നമ്പർ ലഭിക്കുകയും ചെയ്തു. എല്ലാവരെയും 60 ടോക്കൺ നമ്പറാണ് ആദ്യം കൊടുത്തത്. എല്ലാവരും അകത്തേക്ക് കയറി, ഞാൻ ഉൾപ്പെടെയുള്ളവർ അകത്ത് കയറിയിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നൽകുമെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ മല്ലിയും ചെറുപയറും മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ അരി കുറച്ചുകൂടെ വന്നിരിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഉദ്ഘാടനം നടത്തുന്നത്? കാരണം പൊതുവിപണിയിൽ ഇത്രയും വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഇത്തരം ഷോപ്പുകളെയാണ്. ഇവർ പറയുന്ന സാധനങ്ങൾ വരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വന്നിട്ട് ഉദ്ഘാടനം നടത്തിയാൽ പോരെ സാറേ? ഇത്രയധികം ജനങ്ങളെ വെയിലത്ത് വരി നിർത്തിയിട്ട് 10, 60, 70, 100, 100 ചില്ലാനും പേരെ വരിയിൽ നിർത്തി കഴിഞ്ഞിട്ട് അവരെല്ലാം കയറി വരുമ്പോൾ ഈ പാക്കറ്റ് ഐറ്റംസ് കാണാനാണ്. ഇത് ഞങ്ങളുടെ അടുത്ത കടകളിൽ നിന്ന് വാങ്ങിക്കാൻ സാർ അവർക്ക് കൊടുത്തുകൂടെ? ഞങ്ങൾക്ക് ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, അവർ പറഞ്ഞത് ശരിയാണ്. സാധനങ്ങൾ വന്നിട്ട് ഇത് ഉദ്ഘാടനം നടത്തിയാൽ പോരെ? ഇത് ക്രിസ്മസിനാണെങ്കിൽ 2 ദിവസമേ അവശേഷിക്കുന്നുള്ളൂ. ഇതെന്താണ് ഇത്രയ്ക്കും ഉത്തരവാദിത്തമില്ലാതെയാണോ ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്? അതായത് ഇന്ന് തൃശ്ശൂരിൽ ക്രിസ്മസ് ചന്ത സപ്ലൈകോയുടെ തുടങ്ങാനിരിക്കുകയാണ്. ഇന്ന് അതിന്റെ ഉദ്ഘാടനം രാവിലെ 10, 11 മണിയോടുകൂടിയാണ് നിശ്ചയിച്ചിരുന്നത്. ഈ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് മേയറും എംഎൽഎയും ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന ചടങ്ങിനായി വന്നിരുന്നു. പക്ഷേ അതേസമയം തന്നെ സപ്ലൈകോയുടെ സബ്സിഡി ഇനങ്ങൾ 13 സബ്സിഡി ഇനങ്ങളിൽ ആകെ 3 ഐറ്റം മാത്രമേ നിലവിൽ ഈ സ്ഥലത്ത് ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സപ്ലൈകോയുടെ ഇത്തരത്തിലുള്ള സ്റ്റാളുകളിലെല്ലാം തന്നെ ആളുകൾ എത്തുന്നത് പൊതുവിപണിയേക്കാൾ വളരെ വിലക്കുറവിന് സാധനങ്ങൾ ലഭിക്കുമെന്നൊരു വിശ്വാസത്തോടു കൂടിയാണ്. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസമാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത്. നമ്മൾ ഒരു പ്രതികരണം നമ്മൾ കേട്ടു. അതിൽ സൂചിപ്പിച്ച പോലെ തന്നെ മല്ലിയും അതുപോലെ തന്നെ ചെറുപയറും അരിയും മാത്രമാണ് നിലവിൽ സബ്സിഡി ഇനങ്ങളുടെ ഭാഗമായി അവിടെ ഉള്ളത്. മറ്റൊന്നും തന്നെ അവിടെയില്ല. ഈ സപ്ലൈകോ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് പെട്ടെന്നാണ് ഇത്തരത്തിലൊരു ഈ വിപണി തുടങ്ങണം എന്നുള്ള ഒരു തീരുമാനം അന്തിമമായി എടുത്തത്. അതുകൊണ്ടാണ് ഈ ഇത്രയും വൈകിയത് ഈ സാധനങ്ങൾ എത്താനായി. 23-ാം തീയതിക്ക് മുൻപായി എല്ലാ സാധനങ്ങളും, അതായത് 23-ാം തീയതി എല്ലാ സാധനങ്ങളും എത്തുമെന്നാണ് പറയുന്നത്. അപ്പോഴും 24-ാം തീയതി ഞായറാഴ്ചയാണ്, 25-ാം തീയതിയാണ് ഈ ക്രിസ്മസ്. ഇതിനെല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ കിട്ടിയാൽ മതിയോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ആളുകൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്ഘാടന ചടങ്ങിന് എത്തിയ മേയറും എംഎൽഎയും എല്ലാം തന്നെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, സാധനങ്ങൾ ഇല്ലാത്തതിൽ ആളുകൾ പ്രതിഷേധിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആ ആളുകൾ ഇങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ ആ ഉദ്ഘാടന ചടങ്ങ് അവിടെ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതോടുകൂടി ഉദ്ഘാടന ചടങ്ങ് വേണ്ടെന്ന് വെക്കുകയാണ്.